ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പും ഉള്ളിയും ചേനയും വെച്ചൊരു കറിയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചേന നമുക്കൊന്ന് ആദ്യം വേവിച്ചെടുക്കാം. ചേന ഒരു പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും 5-6 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, സ്പൂൺ ജീരകം. ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചു കൊണ്ടുവരാം. തുറന്ന് നോക്കാം. ചേനയും ഉള്ളിയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കടുക് വറുത്തൊഴിക്കാം. കടുക്, ചതച്ച് വെച്ച വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് വറുത്തത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉലകത്തിൽ ഒരേയൊരു സ്വർഗം അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം. കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ് കനുഭറ്റ്. ഞാൻ ഇന്ന് നിലക്കടല ചട്നിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എണ്ണ ഒഴിച്ച് 4 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 6 വറ്റൽമുളക് ഇത്രയും വഴറ്റിയെടുക്കാം. വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ചേർക്കാതെ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇത് അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അതായിട്ടുണ്ട്. ഇനി തീ അണച്ച് തണുത്തതിന് ശേഷം ഉപ്പും പുളിയും ചേർത്ത് അരച്ചെടുക്കാം. നിലക്കടല തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക്
ആവശ്യത്തിന് ഉപ്പും ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളിയും ചേർത്ത് അരച്ചെടുക്കാം. നിലക്കടല ചട്നി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കടുക് താളിച്ചൊഴിക്കാം. നിലക്കടല വറുത്ത ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക്, രണ്ട് വറ്റൽമുളക് മുറിച്ചത്, ഒരു തണ്ട് കറിവേപ്പില, ഇത് നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചട്നി ഇഡ്ഡലിക്കൊപ്പവും ദോശയ്ക്കൊപ്പവും കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. ഇത് ടിന്നിലടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 2-4 ദിവസം ഉപയോഗിക്കാവുന്നതാണ്. ഉലകത്തിൽ ഒരേയൊരു സ്വർഗം, അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം. ഞാൻ ഇന്ന് ഒരു പാവയ്ക്ക വറുത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പാവയ്ക്ക ഒന്ന് ആദ്യം ചുട്ടെടുക്കാം. വാട്ടിയെടുത്ത പാവയ്ക്ക നമുക്ക് ചെറിയ കഷങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പാവയ്ക്ക ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇതിനുള്ള മസാല തയ്യാറാക്കാം. കുറച്ച് മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് വിനാഗിരിയും വെളിച്ചെണ്ണയും ചേർത്ത് കുഴച്ചെടുക്കാം. കുറച്ച് വിനാഗിരി, ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചുട്ടു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഈ മസാല പുരട്ടി കൊടുക്കാം. ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഒരു അരമണിക്കൂർ നേരം വച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം.